ഇളങ്കുന്നപ്പുഴ പഞ്ചായത്തിലെ 3, 4, 7 വാർഡുകൾ ഉൾപ്പെട്ട പടിഞ്ഞാറെ ആറാട്ടുവഴി പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ മാലിപ്പുറം വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസ് ഉപരോധിച്ചു. ഒരു മാസത്തിലേറെയായി ഈ പ്രദേശത്ത് കുടിവെള്ള ലഭ്യത കുറവാണ്. ഇക്കാലയളവിൽ നിരവധി പരാതികൾ അധികൃതർക്ക് നൽകിയിട്ടും പരിഹാരമില്ലാതായപ്പോഴാണ് അസോസിയേഷൻ കുടുംബാംഗങ്ങൾ സമരവുമായി വാട്ടർ അതോറിറ്റിയിലേക്ക് എത്തിയത്. വിരോധ സമരം രക്ഷാധികാരി TR ദേവൻ ഉദ്ഘാടനം ചെയ്തു. സമരം ചെയ്ത ഒരു ജനത വൈപ്പിൻ ജനതയല്ലാതെ ഉണ്ടാവില്ല. ലോകത്തെ സമരത്തിന് ചരിത്രമെടുത്താൽ ഏറ്റവും അധികം അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത ഒരു ജനത വൈപ്പിൻ ജനതയാണ്. എന്ത് മഹാപരാധം ചെയ്തിട്ടാണ് ഞങ്ങളെ പോലുള്ളവർക്ക് ഇവിടെ വന്ന് പെട്ടത്? ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ശക്തമായ നടപടിയെടുത്തേ മതിയാവുള്ളൂ, മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. ഉദ്യോഗസ്ഥരെ മറുപടി കേൾക്കാതെ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കില്ല. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്ക് അറിയണം, വസ്തുത അറിയണം. എന്ന് തുടങ്ങി ഞങ്ങൾക്ക് വെള്ളം തരാൻ പറ്റും, എന്ന് തുടങ്ങി പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റും. അതിനൊരു വ്യക്തമായ മറുപടി നടപടിയില്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോകൂല. ഇന്ന് ഈ സമരം ഞങ്ങൾ അവസാനിപ്പിക്കും. അടുത്ത ദിവസം ഇതിന്റെ മുമ്പിൽ വന്ന് ഞങ്ങൾ കുത്തിയിരിക്കും. തൊഴിൽ കളഞ്ഞിട്ടാ വന്ന് നിൽക്കുന്നവരെ ഇവരൊന്നും കോടീശ്വരന്മാരും കോടീശ്വര പ്രഭുക്കളൊന്നുമല്ല. എല്ലാ പാവപ്പെട്ടവര് അന്നത്തെ ജീവിതത്തിന് വേണ്ടി ഈ നഗരത്തിലും അവിടെ ഇവിടെയും പോയി കിടന്ന് പണിയെടുത്ത് കിട്ടുന്നത് കൊണ്ടൊന്ന് കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്ന സാധുക്കളാണ് നിൽക്കുന്നത്. ഇവരാരും കോടീശ്വരന്മാരല്ല, ഏറ്റവും പാവപ്പെട്ട മനുഷ്യര്. അവരെ തൊഴിലും കളഞ്ഞു വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇത് അധികം നാള് ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോകുമെന്ന് വിചാരിക്കേണ്ട. ഇതിന് നടപടി ഉണ്ടായേ മതിയാവുള്ളൂ, തീരുമാനം ഉണ്ടായേ മതിയാവുള്ളൂ. ഉദ്യോഗസ്ഥരെ എവിടെയാണോ ബോധ്യപ്പെടുത്തേണ്ടത് അവിടെ ബോധ്യപ്പെടുത്തി നിങ്ങളൊരു പരിഹാരം ഉണ്ടാക്കി തരണം. എല്ലാം എന്നുണ്ടെങ്കിൽ ഈ സമരം ഇത്തരത്തിലല്ല ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. ഈ കാണുന്ന ജനങ്ങളല്ല, ഞങ്ങളുടെ വീട്ടിലുള്ള മുഴുവൻ കുഞ്ഞുകുട്ടി പരാധീനം ഇവിടെ വന്ന് കുത്തിയിരിക്കും. ചട്ടിയും കലുമായിട്ട് വരും. ഞങ്ങള് ഇവിടെ വന്ന് കുത്തിയിരുന്ന് കഞ്ഞി വെക്കും. അതുകൊണ്ട് അത്തരത്തിലേക്ക് ഈ സമരത്തെ മോശകരമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാതെ മാന്യമായ ഒരു പരിഹാരം ഉണ്ടാക്കി, ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കി കുടിവെള്ളം എത്തിക്കാനുള്ള നടപടി ഉദ്യോഗസ്ഥരെ സ്വീകരിക്കണം എന്ന ഒരു അഭ്യർത്ഥന കൂടി നടത്തിക്കൊണ്ട് അസോസിയേഷൻ പ്രസിഡന്റ് ബിജു തൊണ്ടിയിൽ അധ്യക്ഷത വഹിച്ചു. എപ്പോൾ വന്നാലും എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരാൾ വന്ന് നോക്കും, പരിശോധിക്കും, ഒരു റോഡൊന്ന് കുത്തിപ്പൊളിക്കും, ഒരു റിപ്പയറിംഗ് നടത്തും, അത് കഴിഞ്ഞ ഉടനെ പോലെ പോവുകയും ചെയ്യും. ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു പഞ്ചായത്തിന്റെ ഒരു പ്രദേശത്തുള്ള ആളുകൾ മാത്രമാണ് ഈ വന്നിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഈ പഞ്ചായത്തിന്റെ പല വാർഡുകളിലായി പല പ്രദേശങ്ങളിലായി കുടിവെള്ളത്തിന് വേണ്ടി ഇപ്പോഴും ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. എന്തിനു വേണ്ടിയാണ് അവർ ഈ ജനങ്ങളോട് ഇത്രയും ദ്രോഹമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ ജീവനക്കാരായിക്കോട്ടെ, അധികാരികളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മുടെ കുടിവെള്ളത്തിന് വേണ്ടി ഇതുവരെ ഈ വൈപ്പിൻകരയിൽ യാതൊരു പണികൾ നടത്തിയിട്ടില്ല. നമുക്കറിയാം, ഇതിനു മുമ്പ് നമ്മുടെ വൈപ്പിൻ മലമ്പം റോഡ് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം തീർക്കുന്നതിനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ റബറൈസ് ചെയ്ത് ടാറിങ് ചെയ്ത റോഡ് കുത്തിപ്പൊളിച്ച് മോശമാക്കിയിട്ട് പൊടിയും ശല്യങ്ങളും സഹിച്ചുകൊണ്ട് വൈപ്പിൻകരയിൽ കുടിവെള്ളം വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ അത് സഹിച്ചുകൊണ്ട് വർഷങ്ങളോളം ആ റോഡിലൂടെ നമ്മൾ സഞ്ചാരയോഗമില്ലാതെ നടന്നു. അതിനുശേഷമാണ് അവർ 2 ടാങ്കുകൾ നിർമ്മിച്ചത്. ഇതിലൊന്നും വെള്ളം നടക്കുന്നില്ല. ഉദ്ഘാടനം കഴിഞ്ഞു ഇത്രയും നാളുകളായി. ഇതിൽ വെള്ളം നിറച്ചാൽ ഈ വൈപ്പിൻകരയിലെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം തീരില്ലേ? വാർഡ് മെമ്പർമാരായ ആലി സെബാസ്റ്റ്യൻ, ഇൻസ, രസികല പ്രിയരാജ്, ഡാനി പോൾ എന്നിവർ പ്രസംഗിച്ചു.